ദൈവം ഒരു വാഗ്ദത്തം അറിയിച്ചാൽ അത് ദൈവം നിവർത്തീകരിച്ചെടുക്കും. ദൈവം ഒരു വാഗ്ദത്തം അറിയിച്ചാൽ ദൈവം അത്, ചിലർ പറഞ്ഞില്ല, ദൈവം അത് ചേർന്ന് പറഞ്ഞ, ദൈവം വാഗ്ദത്തം അറിയിച്ചാൽ ദൈവം അത് നിവർത്തീകരിച്ചെടുക്കും. ദൈവം നിങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് അങ്ങനെ തന്നെ നിവർത്തീകരിച്ചെടുക്കുവാൻ ഇടയാകുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദിയോടെ ഒന്ന് സ്തോത്രം ചെയ്ത് ആ കരങ്ങൾ അടിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ വാഗ്ദത്ത നിവർത്തിയിൽ കടന്നു വരും. അതിലെ ഒന്ന്, വാഗ്ദത്തം കേട്ടയാള് വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ചിലർ പിന്മാറിപ്പോകും. കാരണം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ശക്തമായി ആഞ്ഞടിക്കുമ്പോൾ അവർക്ക് നിൽക്കാൻ കഴിയുകയില്ല. മനസ്സിലായോ? ചിലർ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിച്ചെടുക്കുന്നത് കാണും. കാരണം പ്രതികൂലങ്ങളുടെ നടുവിലും വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിലേക്ക് അവർ ചുവടുവയ്ക്കും. രണ്ട് പക്ഷത്ത് നിൽക്കുന്ന ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുകയില്ല. പിന്മാറിയിട്ട് വാഗ്ദത്ത നിവർത്തി കാണാൻ കഴിയുകയില്ല. പിന്മാറിയാൽ വാഗ്ദത്തം കാണുകയില്ല. സ്തോത്രം ചെയ്യതേ. പക്ഷെ ഇതിലേതെങ്കിലും ഒന്ന് ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഇന്ന് പകൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ പറയണം, ഞാൻ ഇറങ്ങി തിരിച്ചത് ദൈവം എന്നോട് കേട്ട വാഗ്ദത്തം പ്രാപിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. അതിനിടയിൽ കൊണ്ടുവരുന്ന പൈശാചിക തടസ്സങ്ങളെ ജയിച്ച് ഞാൻ വാഗ്ദത്തം പ്രാപിക്കുവാൻ ഇടയാകും. യെസ്, വാഗ്ദത്തം പ്രാപിക്കുവാൻ ഇടയാകും. വാഗ്ദത്തം പ്രാപിക്കുവാൻ ഇടയാകും. ദൈവത്തിൽ നിന്ന് കേട്ടത് അങ്ങനെ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വരെ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു തലമുറ ഈ കാലങ്ങളിൽ എഴുന്നേൽക്കട്ടെ. അവർ വാഗ്ദത്തങ്ങൾ പ്രാപിക്കും. കുഞ്ഞെ, നിന്റെ വാഗ്ദത്തത്തെ തടയാനാണ് പിശാച് പലതും കൊണ്ടുവരുന്നത്. സ്തോത്രം. പക്ഷെ വാഗ്ദത്തം ലഭിച്ച നീ അപ്പോൾ മുതൽ ഉണർന്നിരിക്കണം. സ്തോത്രം. ആർക്കും ലഭിച്ചിട്ടില്ലാത്തൊരു വാഗ്ദത്തം നിനക്കും നിന്റെ കുടുംബത്തിൽ ലഭിച്ചാൽ നിങ്ങൾ ഉണർന്നിരിക്കുക. അതിന്റെ നടുവിലെ വാഗ്ദത്തത്തിന് വേണ്ടി ഒരുങ്ങുക. അത് നിവർത്തീകരിക്കുവാൻ അവൻ ശക്തനാണ്. ഈ ദിവസങ്ങൾ അങ്ങനെ ഉണരണം, ഒരുക്കപ്പെടണം. എന്നെ കുറിച്ച് കേട്ട, എൻ്റെ കുടുംബത്തെ കുറിച്ച് കേട്ട ദൈവ ശബ്ദം അതങ്ങനെ തന്നെ നിവർത്തീകരിച്ചെടുക്കുന്ന നാളുകൾ എൻ്റെ മുൻപിൽ ഞാൻ വിശ്വാസത്താൽ കാണുകയാണെന്ന് ഇന്ന് പകൽ പറയുന്ന എത്ര പേരുണ്ട്? യെസ്, ഇന്ന് പകൽ യേശുവിനൊന്ന് മഹത്വം കൊടുത്ത് നന്ദിയോടെ ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആ കരങ്ങൾ അടിക്കുവാൻ കഴിയാത്ത വിധമുള്ള കെട്ട് പൊട്ടട്ടെ. സ്തുതിക്കാൻ കഴിയാത്ത വിധമുള്ള കെട്ട് പൊട്ടട്ടെ. ശബ്ദങ്ങൾ ഉയരുവാൻ കഴിയാത്ത വിധമുള്ള കെട്ട് പൊട്ടട്ടെ. ആത്മാവിൽ ഇന്ന് പകലൊന്ന് ഉണരുക. ആത്മാവിൽ ഒരുങ്ങുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അത് നിവർത്തീകരിച്ചെടുക്കാൻ അവൻ ശക്തനാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അത് നിവർത്തീകരിച്ചെടുക്കാൻ അവൻ ശക്തനാണ്. വാഗ്ദത്തം ലഭിച്ച ദൈവത്തിന്റെ പൈതല്, നീ അടങ്ങിയിരിക്കരുത്. പ്രതികൂലത്തെ കണ്ട് നീ പിന്മാറി നിൽക്കരുത്. നിന്റെ മുൻപിൽ ഒരു വാഗ്ദത്തമുണ്ട്. നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ കുടുംബത്തെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ തലമുറയെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ രോഗത്തിന്റെ മേലൊരു പദ്ധതിയുണ്ട്. നിന്റെ കടത്തിന്റെ മേലൊരു പദ്ധതിയുണ്ട്. നിന്റെ പ്രശ്നങ്ങളുടെ മേലൊരു പദ്ധതിയുണ്ട്. നിന്റെ പ്രതിസന്ധികളുടെ മേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നീ അറിയുക. അതിന്റെ വിടുതൽ പ്രാപിക്കുവാൻ ഒരുങ്ങുക. വാഗ്ദത്തങ്ങൾ പ്രാപിക്കുക. വാഗ്ദത്തങ്ങളുടെ നിവർത്തികൾ കാണുക.
വാഗ്ദത്തങ്ങൾ പ്രാപിച്ചതിന്റെ നിവർത്തികൾ കാണപ്പെടുക. സ്തോത്രം. ദൈവം അത് അറിയിച്ചാൽ അതങ്ങനെ തന്നെ ദൈവം ചെയ്തെടുക്കും. കാലതാമസം ദൈവത്തിന്റെ സമയത്തിനകത്ത് വന്നിരിക്കാം, പക്ഷേ നീ മാറിപ്പോകരുത്. നിന്റെ മേലൊരു ദൈവ പദ്ധതി വെളിപ്പെടണം. നിന്റെ കുടുംബത്തിന്റെ മേലൊരു ദൈവ പദ്ധതി വെളിപ്പെടണം. നിന്റെ തലമുറയുടെ മേലൊരു ദൈവ പദ്ധതി വെളിപ്പെടണം. ദുഷ്ടൻ ജയിക്കരുത്. നിന്റെ മേൽ ദുഷ്ടൻ ജയിക്കരുത്. നീ ദുഷ്ടനെ ജയിക്കണം. സ്തോത്രം. ചേർന്ന് കർത്താവിന് നന്ദിയോടെ സ്തുതിച്ച് ഇന്ന് പകൽ എന്നോട് കൂടെ ചേർന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് വചനത്തിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്നുണ്ടോ? ഓ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു. ചേർന്ന് പറഞ്ഞേ, വാഗ്ദത്തം കാണും, വാഗ്ദത്തം കാണും. ഹല്ലേലൂയ. വാഗ്ദത്തം നിവർത്തി കാണപ്പെടും. അബ്രഹാമിനോട് പറഞ്ഞു, നീ ദേശത്തിന്റെ നെടുകയും കുറുകയും നടന്നോ, ആ ദേശം ഞാൻ നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ നന്ദിയോടെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ തലമുറ മിസ്രൈമി കടന്നു, പക്ഷേ മിസ്രൈമിനകത്ത് എന്നും കടന്നില്ല. മിസ്രൈമിൽ കടന്നു, പക്ഷേ മിസ്രൈമിനകത്ത് എന്നും കടന്നില്ല. ഒന്ന് പറ, തലമുറയെ നോക്കിയിട്ട് പറ, എൻ്റെ തലമുറ മിസ്രൈമിലാണ്, പക്ഷേ എന്നും അതിനകത്ത് കിടക്കത്തില്ല. എന്നും അതിനകത്ത് കിടക്കത്തില്ല. ഒന്ന് തലമുറയെ നോക്കിയിട്ട് പറ, മിസ്രൈമിൽ നിന്ന് ചിലത് പുറപ്പെട്ട തലമുറകളുണ്ട്. അതിനെ നോക്കിയിട്ട് പറ, ഇത് മരുഭൂമി യാത്രയിലാണ്, ഇത് വാഗ്ദത്തം പ്രാപിക്കും, ഇത് വാഗ്ദത്തം പ്രാപിക്കും, ഇത് വാഗ്ദത്തം പ്രാപിക്കും. ഈ തലമുറ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാനുള്ള തലമുറയാണ്. ഈ തലമുറ വാഗ്ദത്തം നിവർത്തി കാണാനുള്ള തലമുറകളാണ്. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ടെ, എന്റെ തലമുറ വാഗ്ദത്തം പ്രാപിക്കും, വാഗ്ദത്തം നിവർത്തി കാണും. കാരണം വാഗ്ദത്തം ലഭിച്ച കുടുംബമാണ്, വാഗ്ദത്തങ്ങൾ പ്രാപിച്ച കുടുംബമാണ്. നിന്നെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. നിന്റെ മേൽ വാഗ്ദത്തം കൈമാറിയിട്ടുണ്ട്. അത് നിവർത്തീകരിക്കാതെ നിന്റെ തലമുറ ഈ ലോകത്തിൽ നിന്ന് മാറുകയില്ല. അത് പൂർത്തീകരിച്ചെടുക്കാൻ, വാഗ്ദത്തം പൂർത്തീകരിച്ചെടുക്കാൻ നിന്റെ തലമുറ ദൈവത്തിങ്കലേക്ക് തിരിയും. സ്തോത്രം. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഈ കാലേബ് ഈ ഹെബ്രോൻ പിടിക്കുന്നത്, ഈ ഹെബ്രോൻ ആവശ്യപ്പെടുന്നത് 85 വയസ്സിലാണ്. എത്ര വയസ്സിലാണ്? 85-ാം വയസ്സിലാണ് താനീ ഹെബ്രോൻ പിടിക്കുന്നത്. ഈ പർവ്വതം എനിക്ക് തരണമെന്ന് കാലേബ് പറയുന്നത് 85 വയസ്സിലാണ്. സ്തോത്രം ചെയ്ത ദൈവത്തിന്. ഒത്തിരി പ്രായമായി അവന്. അവിടെ അനാക്യരുണ്ട്. അതിനെ പിടിച്ചെടുക്കാൻ കാലേബിന് ഒരു പക്ഷേ മാനുഷികപരമായി ചിന്തിച്ചാൽ ആ പർവ്വതം അവകാശമായി തുറന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത അനാക്യരവിടെ ഉണ്ട്. പക്ഷെ 85 വയസ്സുള്ള വൃദ്ധനായ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ആ പർവ്വതം വേണം. പിതാക്കന്മാരോട് അരുളി ചെയ്ത വാഗ്ദത്തം, എന്നോട് അറിയിച്ച വാഗ്ദത്തം, ഞാനത് പ്രാപിക്കും. ഇതിനകത്തുനിന്നൊരു ദൂത് പറയാം, നിന്നോടുള്ള വാഗ്ദത്തം നിവർത്തീകരിച്ചെടുക്കാൻ എത്ര വലിയ തടസ്സം ജീവിതത്തിൽ വന്നാലും നീ അത് നിവർത്തീകരിച്ചെടുക്കും. കാരണം നിന്റെ കഴിവല്ല, ദൈവം വാഗ്ദത്തം നൽകിയെങ്കിൽ ആ വാഗ്ദത്തം നിവർത്തീകരിക്കാൻ അവൻ ശക്തനാണ്.
ചൂടവരവ ശംധരാജരാധന പ്രൗഢവാര ഹർഷരംധനികതരം. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കാം, എങ്ങനെ 85 വയസ്സുള്ള ഈ വൃദ്ധനായ മനുഷ്യൻ എങ്ങനെ വാഗ്ദത്തം പ്രാപിക്കും, എങ്ങനെ ഈ ഹെബ്രോനെ പിടിക്കും? സ്തോത്രം ചെയ്ത ദൈവത്തിന്. കാലേബ് ധൈര്യത്തോടെ പറഞ്ഞു, എനിക്ക് ആ പർവ്വതം വേണം. യോശുവേ സ്തോത്രം, ഈ പർവ്വതം എനിക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ്, ഈ പർവ്വതം എനിക്കുള്ളതാണ്, അതെനിക്ക് വേണമെന്ന് പറഞ്ഞു. സ്തോത്രം. എത്ര പേർക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുന്നു? കുഞ്ഞ്, നിന്റെ മുൻപിലുള്ള സകല വെല്ലുവിളികളെ നോക്കിയിട്ട് പറയണം, ഇതിന്റെ മേലൊരു ജയമുണ്ട്, ഇതിന്റെ മേലൊരു ജയമുണ്ട്, ഇതിന്റെ മേലൊരു ജയമുണ്ട്. ഈ വെല്ലുവിളികൾ വാഗ്ദത്തങ്ങളെ തടയുവാൻ കഴിയുകയില്ല. 85 വയസ്സുള്ള കാലേബ് ഹെബ്രോൻ പിടിച്ചെങ്കിൽ, സ്തോത്രം ചെയ്ത കർത്താവിന്, അത് ആവശ്യപ്പെട്ടെങ്കിൽ അതിന്റെ പുറകിൽ വർഷങ്ങളായി അവൻ സൂക്ഷിച്ച വാഗ്ദത്തമാണ് ഹൃദയത്തിനകത്ത്. ഇത് ഒരുപാട് വർഷങ്ങൾ ഈ കാലേബ് മനസ്സിൽ ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ വാഗ്ദത്തം പിടിക്കണം. ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരുപാട് വർഷങ്ങളായി. പക്ഷേ ഈ കാലേബ് ഇത് പറയുന്ന സമയത്ത് കാലേബിന്റെ ജീവിത അനുഭവം നോക്കിയാൽ, കാലേബിനോട് കൂടെ ഈ വാഗ്ദത്ത ദേശത്തെ ലക്ഷ്യമാക്കി മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ച ഓരോരുത്തരും ഓരോ ദിവസങ്ങളിലും മരണപ്പെട്ടു പോകുകയാണ്. എല്ലാവരും ഈ വാഗ്ദത്തത്തിലേക്ക് കയറിയിട്ടില്ല. കാലേബും യോശുവയുമാണ് പഴയ തലമുറയിൽ ഈ വാഗ്ദത്തത്തിലേക്ക് കയറുന്നത്. സ്തോത്രം. മോശ മരിച്ചു, യോശുവ നേതൃത്വം ഏറ്റെടുത്തു. കാലേബും യോശുവയുമാണ് രണ്ടുപേര്. പിന്നെ സഞ്ചരിച്ചവരെല്ലാം പുതിയ ജനറേഷനാണ്, പുതിയ തലമുറയാണ്. കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ കാലേബാണ് പറയുന്നത്, എനിക്ക് ആ പർവ്വതം വേണം. കാരണം എന്തെന്നറിയാമോ? ഇന്നലെയും കേട്ട വാഗ്ദത്തമല്ലിത്. ഇന്നും ഇന്നലെയും ജീവിതത്തിൽ ഉണ്ടായൊരു സ്വപ്നമല്ല, വർഷങ്ങളായി കാലേബ് ഹൃദയത്തിൽ കൊണ്ടുവന്നൊരു സ്വപ്നമാണ്. ഈ വാഗ്ദത്തം ഞാൻ പിടിച്ചെടുക്കും, ഈ വാഗ്ദത്തം പിടിച്ചെടുക്കും. കാലേബിനെ പോലെ ഇതിനകത്ത് അങ്ങനെ ചിലർ എഴുന്നേൽക്കുന്ന ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പ്രവർത്തിക്കാൻ പോകുകയാണ്. വാഗ്ദത്തം കേട്ട ചിലർ മരണപ്പെട്ടു, അവർക്ക് വാഗ്ദത്തം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. വാഗ്ദത്തം കേട്ട ചിലർ പിന്മാറിപ്പോയി, അവർക്ക് വാഗ്ദത്തം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങളായി ഹൃദയത്തിനകത്ത് വാഗ്ദത്ത സ്വപ്നവുമായി നടക്കുന്ന കാലേബേ, നീ വാഗ്ദത്തം പ്രാപിക്കൂ. ഓ ഉത്തമന ശാന്തന നിന്നോടുകൂടെ ചുവട് വെച്ചവർ അന്യപ്പെട്ടു പോയി, വാഗ്ദത്തം പ്രാപിച്ചില്ല. ചിലർ പിന്മാറിപ്പോയി, വാഗ്ദത്തം പ്രാപിച്ചില്ല. വർഷങ്ങളായി കാലേബിന്റെ ഹൃദയത്തിനകത്ത് ഒരു സ്വപ്നമുണ്ട്. അത് വാഗ്ദത്തമാണ്, അത് വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം നിവൃത്തിയാണ്. കാലേബിന്റെ സമയം വന്നു. 85 വയസ്സായി. 85 വയസ്സായ പുള്ളി വിചാരിച്ചില്ല, എനിക്ക് ഇത് സാധ്യമാകുമോ എന്ന് വിചാരിച്ചില്ല. എന്നോടുകൂടെ സഞ്ചരിച്ചവർ വാഗ്ദത്തം കണ്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വാഗ്ദത്തം കാണുകയില്ല എന്ന് ചിന്തിച്ചില്ല. കാലേബ് പറഞ്ഞു, എനിക്ക് ആ പർവ്വതം വേണം, എനിക്ക് ആ വാഗ്ദത്തം വേണം. വെല്ലുവിളികൾ നിറഞ്ഞു നിൽക്കുന്ന ജീവിതത്തിന്റെ അകത്ത് തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ പരിമിതികളും വെല്ലുവിളികളെ നോക്കിക്കൊണ്ട് പറയണം, ഇതിനപ്പുറത്ത് വാഗ്ദത്തം പ്രാപിക്കാൻ ദൈവം എന്നോട് കൂടെ ഉണ്ട്. കാരണം ദൈവത്തോട് പറ്റി നിൽക്കുന്ന കാലേബാണ്. ഓ ചോർന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് ചില മിനിറ്റുകൾ ദൈവത്തെ ആരാധിച്ച് ഇന്നതിനകത്ത് ആത്മീയ അന്തരീക്ഷം ചേഞ്ച് ആകുകയാണ്. അന്തരീക്ഷം ചേഞ്ച് ആകുകയാണ്. അന്തരീക്ഷം ചേഞ്ച് ആകുകയാണ്.
നിന്നോട് കൂടെ വാഗ്ദത്തം കേട്ടവർ, നീ വാഗ്ദത്തം കേട്ടവരെ കണ്ടതാണ്. അവർ വാഗ്ദത്തം പ്രാപിച്ചില്ല, മരുഭൂമിയിൽ പെട്ടുപോയി. അവർക്ക് വാഗ്ദത്തം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നീ കേട്ട വാഗ്ദത്തം നീ പ്രാപിച്ചിരിക്കും. കാരണം ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന കാലേബാണ് വാഗ്ദത്തം പ്രാപിക്കുന്നത്. ചില മിനിറ്റുകൾ ദൈവത്തെ ആരാധിച്ച് അന്തരീക്ഷം ചേഞ്ച് ആകട്ടെ. ഇതിനകത്ത് അന്തരീക്ഷം ചേഞ്ച് ആകട്ടെ. ആത്മാവിൽ പ്രവചന ശബ്ദം സ്വീകരിച്ച് വിടുതലുകൾ ഇന്ന് പകൽ പ്രാപിച്ചാട്ടെ. യെസ്, ഓ ജീസസ്. ചാർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത ചില മിനിറ്റുകൾ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച്, പിശാചിന് മനസ്സിലാകാത്ത ഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് ഈ ദൂതിനെ റിലീസ് ചെയ്യുന്ന ദൈവസഭയ്ക്കകത്ത് യെസ്, അതിന്ന് പകലും ഏറ്റെടുത്താട്ടെ. പിശാചിന് മനസ്സിലാകാത്ത ഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് ഇന്ന് പകൽ ഏറ്റെടുത്താട്ടെ. ചുടവരക ശംഭരാജരന്തനിയ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന കാലേബുമാർ എഴുന്നേൽക്കട്ടെ. ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന കാലേബുമാർ എഴുന്നേൽക്കട്ടെ. ദൈവത്തിനു വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കുന്ന കാലേബുമാർ എഴുന്നേൽക്കട്ടെ. ദൈവത്തിനു വേണ്ടി വിശ്വാസത്തോടെ നിൽക്കുന്ന കാലേബുമാർ എഴുന്നേൽക്കട്ടെ. നീ വാഗ്ദത്തം പ്രാപിക്കും. സ്തോത്രം. കാലേബിനോട് ചോദിച്ചാൽ പറയും, കാലേബേ, വാഗ്ദത്തം കേട്ട് എത്ര പേരുണ്ട് നിന്നോടുകൂടെ? ഒത്തിരി പേരുണ്ടായിരുന്നു, ലക്ഷക്കണക്കിന് ആളുണ്ടായിരുന്നു. ഇപ്പൊ എത്ര പേരുണ്ട്? ഞങ്ങളുടെ ജനറേഷനിൽ ഞാനും യോശുവയും മാത്രം. ബാക്കിയൊക്കെ എവിടെ പോയി? മരുഭൂമിയിൽ പെട്ടുപോയി. കാരണം അവർ പിറുപിറുപ്പുള്ളവരായി. അവർ ദൈവത്തെ പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ കഴിയാത്തവരായിരുന്നു. അങ്ങനെയുള്ളവർ മരുഭൂമിയിൽ പെട്ടുപോയി. സ്തോത്രം. പക്ഷേ ഞാന് ദൈവത്തോട് പറ്റിച്ചേർന്ന് നടന്നു. കുഞ്ഞെ, നീ വിശ്വാസത്തിൽ പലരും ക്ഷീണിക്കുന്നത് നീ കണ്ടിരിക്കാം. വിശ്വാസത്തിൽ നിന്ന് പലരും പിന്മാറിപ്പോകുന്നതും നീ കണ്ടിരിക്കാം. പല വാഗ്ദത്തങ്ങളും നടക്കാതെ പലരും പിറുപിറുക്കുന്നതും നീ കണ്ടിരിക്കാം. പക്ഷേ നീ ദൈവത്തോട് പറ്റിച്ചേർന്ന് കാലേബിനെ പോലെ നടക്കുന്നെങ്കിൽ നിന്നോടുള്ള വാഗ്ദത്തം നിവർത്തീകരിച്ചെടുക്കും. സ്തോത്രം. ഒരുവന്റെ തോൽവി കണ്ട് നീ പരാജയപ്പെടരുത്. അതിനർത്ഥം നീ തോൽക്കുമെന്നുള്ളതല്ല, നിന്നെ ജയിപ്പിക്കുവാൻ ഒരു ദൈവമുണ്ട്. സ്തോത്രം. സകല വെല്ലുവിളികളുടെ നടുവിലും നിന്നെ ജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ആ ദൈവത്തോട് കൂടെയാണ് പറ്റിച്ചേർന്ന് ജീവിക്കുന്നത്. നീ ആ ദൈവത്തോട് കൂടെയാണ് പറ്റിച്ചേർന്ന് ജീവിക്കുന്നത്. ഇന്ന് പകൽ ഒരു ദൈവശബ്ദം ഞാൻ പറയാം. നീ ചുവടുകൾ ഒന്നുകൂടെ മുൻപോട്ട് വെക്കണം. എവിടെയാ ചുവടുകൾ മുൻപോട്ട് വെക്കേണ്ടത്? നിന്റെ പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിൽ. സ്തോത്രം. കാലേബ് പലരും മരിച്ചുപോയി എന്ന് കരുതി കാലേബ് വാഗ്ദത്തത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കാതെ വിട്ടില്ല. പലരും മരിച്ചിരിക്കാം, പക്ഷെ എനിക്ക് വാഗ്ദത്തം പിടിക്കണമെന്ന് കാലേബിന് ഉറപ്പും നിശ്ചയവുമുണ്ട്. സ്തോത്രം. പ്രതികൂലങ്ങളുടെ നടുവിലും കാലേബ് ചുവടുകൾ മുൻപോട്ട് വെച്ചു. ഇന്നു പകൽ നിന്റെ വിഷയത്തിനകത്ത് നീ കടങ്ങൾ കൊണ്ട് തകർന്നിരിക്കാം. നിന്റെ പ്രതിസന്ധികൾ നീ തകർന്നിരിക്കാം. നിന്റെ തലമുറകളുടെ വിഷയത്തിൽ നീ മനം കലങ്ങി വേദനയോടെ ഇരിക്കാം. നീ ഭാരത്തോടെ ഇരിക്കുന്ന ഒത്തിരി വെല്ലുവിളികളുടെ നടുവിലായിരിക്കാം ഈ സന്ദേശം നീ കേൾക്കുന്നത്. പക്ഷേ നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ ഒരു ചുവട് നീ വയ്ക്ക്. വിജയിപ്പിക്കാൻ ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും.
പ്രതികൂലത്തിന്റെ നടുവിൽ നിന്റെ ചുവടുകൾ മുൻപോട്ട് വയ്ക്കുക. ദൈവത്തിന് വേണ്ടി ദൈവത്തോട് അവിടെയും പറ്റിച്ചേർന്ന് നീ നിൽക്ക്. നിന്നെ വിജയിപ്പിക്കുവാൻ ദൈവം നിന്റെ കൂടെ ഉണ്ട്. വിശ്വാസികളായവർക്ക് പ്രശ്നങ്ങളില്ലെന്നല്ല. കാലേബ് ഒത്തിരി പ്രശ്നങ്ങളെ അതിജീവിച്ചു വന്നവനാണ്. പക്ഷെ കാലേബിനറിയാം, ഈ പ്രതികൂലത്തിലൂടെ കടന്നുപോയി അതിന്റെ മേൽ വിജയം കണ്ട് ഈ പ്രതികൂലത്തിന്റെ നടുവിലാണ് ഒരു വാഗ്ദത്തം നിവർത്തി പ്രാപിക്കുന്നത്. ഇത് കാലേബിന് നന്നായി അറിയാം. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ താഴ്ന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. കേട്ട വാഗ്ദത്തം നിന്നിൽ നിവർത്തീകരിച്ചെടുക്കും. വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, ഈ വാഗ്ദത്തം, എന്നോട് കേട്ട വാഗ്ദത്തം ദൈവം നിവർത്തീകരിച്ചെടുക്കും. ദൈവം എന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞാൽ വിടുവിച്ചിരിക്കും. എനിക്ക് നിത്യജീവൻ തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. എനിക്ക് നിത്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നിരിക്കും. എന്റെ പ്രശ്നങ്ങളിൽ വിടുതൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവം അത് ചെയ്തിരിക്കും. എന്റെ സാഹചര്യത്തിന്റെ വെല്ലുവിളികളുടെ നടുവിൽ ദൈവം വിജയിപ്പിക്കുവാൻ കൂടെ ഉണ്ടായിരിക്കും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഓ ഹർഷരന്ധനി, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. കാലേബ് അത് പ്രാപിച്ചു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ചേർന്ന് കർത്താവിന് നന്ദിയോടെ സ്തുതിച്ചാട്ടെ. യെസ്, ഹല്ലേലൂയ. എല്ലാ പ്രതികൂലങ്ങളെയും തകർക്കുക. വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടാൻ നിൽക്കുന്നൊരു ദൈവ പൈതൽ ഏതൊക്കെ പ്രതികൂലങ്ങളിലൂടെയാണോ അവൻ കടന്നു പോകുന്നത്, ആ പ്രതികൂലങ്ങളെ എല്ലാം അവൻ തകർത്തിരിക്കും. പ്രതികൂലങ്ങൾ വാഗ്ദത്തമുള്ളവനെ തകർക്കത്തില്ല. വാഗ്ദത്തമുള്ളവനെ പ്രതികൂലങ്ങൾ തകർക്കത്തില്ല. കാരണം ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ വാഗ്ദത്തം പ്രതികൂലങ്ങൾ സ്തോത്രം കടന്നു വന്നാലും ജയത്തോടെ 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 ജയിപ്പിക്കുവാൻ കഴിയുന്ന, നിന്നെ ജയിപ്പിക്കുവാൻ കഴിയുന്ന, നിന്നെ നടത്താൻ കഴിയുന്ന ഒരു ജയിപ്പിക്കുന്ന ദൈവമുണ്ട്. നിന്റെ സാഹചര്യം പ്രതികൂലമായിരിക്കാം, പക്ഷേ അവന് സകലതും സാധ്യമാണ്. ദൈവത്തിന് സകലതും സാധ്യമാണ്. എന്നതിനകത്ത് ചില ഡെലിവറൻസുകൾ വെളിപ്പെടുകയാണ്. നീ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ, നീ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ.